നമസ്കാരം. പ്രേതാനുഭവങ്ങളിലെ ഒരു ചെറിയ അനുഭവമാണ്. വലിയ പ്രായമില്ല, കല്യാണം കഴിച്ചിട്ടില്ല, 17 വയസ്സ് കാലഘട്ടമാണ്. എൻ്റെ അമ്മയുടെ സഹോദരൻ പ്രഭാകരൻ അമ്മാവൻ കണ്ണൂരുള്ള ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയം പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. ഞാൻ എന്തോ കാരണമായിട്ട് അദ്ദേഹത്തിന് എന്തോ സുഖമില്ലാതെന്തോ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാനായിട്ട് ഞാൻ കണ്ണൂർ ചെല്ലുന്നു. അവിടെ സന്ധ്യയ്ക്കിറങ്ങി 7 രൂപ വിലയുള്ള ഒരു മുറിയെടുക്കുന്നു. അപ്പം പണ്ടത്തെ ഇങ്ങനെ തൂക്കിപ്പിടിക്കുന്ന ഒരു ചെറിയ അതിനകത്ത് ഒരു ഷർട്ടും ഒരു മുണ്ടും ഒരു സാധനങ്ങൾ അഡീഷണൽ ആയിട്ടുള്ളൂ. എനിക്ക് ചെറിയ മുറി കിട്ടി. എനിക്കറിയാം, വളരെ പഴയ ഒരു സ്ഥലമാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു ജീർണതയുടെ ഗന്ധമുള്ള ഹോട്ടൽ. അസ്വസ്ഥത തോന്നിയെങ്കിലും ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് മുറിക്കകത്ത് കയറി. അതിൻ്റെ മുകളിൽ പഴയ CD നസീർ എന്ന് പറഞ്ഞ സിനിമയുടെ പോസ്റ്റർ പതിച്ചിട്ടുണ്ട്. ഒരു ഫാന് അതിനകത്തൂടെ ഇങ്ങനെ താഴോട്ട് വന്നിട്ടുണ്ട്. പഴയ കട്ടിലാണ്. 7 രൂപയാണ് റൂം റെൻ്റ് ഉണ്ടായിരുന്നത്. ഞാൻ കിടന്നു. ചെറിയ മുറിയാണ്, സെപ്പറേറ്റ് ബാത്റൂം, അതിനകത്ത് അറ്റാച്ചൊന്നുമില്ല, സെപ്പറേറ്റ് ഒരു ബാത്റൂമുള്ള സ്ഥലമാണ്. ഞാൻ ചെറിയ തോർത്ത് മേടിച്ച് അവിടെ പോയി മേലൊന്ന് കഴുകി തുടച്ചിട്ട് ഇവിടെ വന്ന് കിടന്നു. അന്നും പ്രാർത്ഥിച്ചിട്ട് കിടന്ന് കണ്ണടയ്ക്കുമ്പോൾ വല്ലാത്ത വികൃതമായ ശബ്ദം ഉണ്ടാക്കുന്ന ഫാനാണ്. ഈ ഫാനിൽ ഒരു ആളിങ്ങനെ തൂങ്ങി, ഒരു സ്ത്രീ ഇങ്ങനെ തൂങ്ങുന്നതായിട്ടാണ്, ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ ഇങ്ങനെ കണ്ണടയ്ക്കുമ്പോൾ തോന്നുന്ന തൂങ്ങുന്നതായിട്ടാണ്. തൂങ്ങി ഫാനിൽ ഇങ്ങനെ കറങ്ങുന്നു പോകുന്നത്. നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ ആ CD നസീർ പറഞ്ഞ പോസ്റ്റർ ഒട്ടിച്ചേക്കണം ആ സീലിങ്ങിലൊക്കെ. ആ സീലിങ്ങിൽ കൂടെയാണ് ഈ ഫാൻ. എനിക്ക് ഭയങ്കര ഭയമാണ്. നമ്മൾ കണ്ണടച്ചാൽ കാണുന്നത് ഈ ഫാനിൽ തൂങ്ങിയ ഒരാൾ ഈ ഫാനോട് കൂടി ഇങ്ങനെ കറങ്ങുന്ന ഫാനാണ്. ഒരു തരത്തിലും ആ മുറിയിൽ നിന്ന് നമുക്ക് വെളിയിറങ്ങാൻ പറ്റിയില്ല. എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. ഞാനും എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എഴുന്നേറ്റ് വിളിച്ച് റെഡിയായി. അന്ന് ഫോണൊന്നും ഇല്ലല്ലോ വിളിക്കാൻ. ഈ അമ്മാവൻ്റെ ആ പഞ്ചായത്ത് ഓഫീസിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ട് താഴെ ഞാൻ കൗണ്ടറിലെ പയ്യനിരിക്കും. എന്തൊരു മുറിയാണത്, രാത്രി ഉറങ്ങാനേ പറ്റിയില്ല എന്ന്. അപ്പോൾ പയ്യൻ ചിരിച്ചോണ്ട് പറഞ്ഞു, അവിടെ ആരും കിടക്കത്തില്ല, അവിടെ ഒരു 2 പേര് ഒളിച്ചോടി വന്ന് താമസിച്ചിട്ട് അവിടെ കൊന്ന് കെട്ടി തൂക്കിയിട്ട് പോയതാണ്. നിങ്ങളെന്തിനാ മുറി തന്നത്? ഇതെല്ലാവർക്കും അറിയാം, അവിടെ കിടന്നാൽ കുഴപ്പമൊന്നുമില്ല, അത് അടച്ചിടാൻ പറ്റില്ലല്ലോ എന്ന്. അപ്പോൾ ഇത് നമ്മൾ അനുഭവിച്ചതാണ്. ഞാൻ പിന്നെ അമ്മാവനെ പോയി കണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 100 രൂപ അന്നത്തെ കാലത്ത് എനിക്ക് അമ്മാവൻ തന്നു. അമ്മാവൻ മരിച്ചുപോയി. റെയിൽവേ ട്രാക്കിൽ കൂടെ നടന്നു പോകണ്ട എന്ന് പറഞ്ഞിട്ട് എന്നെ ട്രാക്കില്ലാത്ത റോഡിലോട്ട് കയറ്റി വിട്ടു. അതരിക്ക എന്ന് പറയുന്ന നല്ല അമ്മാവൻ, പ്രഭാത അമ്മാവൻ്റെ ഒരു കാണാൻ പോയപ്പോൾ ഇങ്ങനൊരു അനുഭവം ഉണ്ടായി. ഇതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചില മുറികൾ, അന്നത്തെ 5 സ്റ്റാർ ഹോട്ടലുകളൊക്കെ എടുത്താലും ചിലർ കൊന്നിട്ടിട്ട് പോകുന്ന മുറികളിൽ ഇത്രയും ഇതുപോലുള്ള അനുഭവങ്ങളുണ്ട്. അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ കൊന്നിട്ട് കെട്ടിത്തൂക്കിയിട്ട് ഫാൻ ഇട്ടിട്ട് പോയി. അപ്പോൾ ഈ ഫാനിൽ കൂടെ കറങ്ങി. CD നസീർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമയുടെ പോസ്റ്ററാണ്. അതിൽ നിന്ന് എനിക്ക് ആ സ്ഥലമൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. ഇത്തരം ജീവിതത്തിലൂടെ നമ്മൾ കടന്നുപോയ പ്രേതാനുഭവങ്ങൾ ഞാൻ പറയുന്നത് പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഈ ഭൂമിയിലുണ്ടെന്നും നമ്മളൊക്കെ നല്ല ദുർമരണമല്ലാതെ സത്കർമ്മങ്ങൾ ചെയ്ത് ശാശ്വതമായ ദൈവം ചെയ്യിക്കുന്ന മരണത്തോടുകൂടി നല്ല കർമ്മങ്ങളിൽ നിന്ന് കിട്ടുന്ന മൃത്യോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് പോകാൻ കഴിഞ്ഞാൽ ഇതേപോലെ അപമൃത്യു സംഭവിച്ച് മരണപ്പെട്ട് അലഞ്ഞു നടക്കുന്ന പ്രേതാത്മാക്കളാകാൻ വിധി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം.